അപ്പോൾ ഇന്ന് എൻ്റെ ഐറിസിനെ കാണാൻ എങ്ങനെയുണ്ട്? നല്ല സുന്ദരനായില്ലേ? ഇന്നലെ നമ്മൾ മുടിയൊക്കെ വെട്ടി ഒരുപാട് മുടി ഉണ്ടായിരുന്നില്ലേ? മുടിയൊക്കെ കട്ട് ചെയ്ത് നല്ല ഇന്നലെ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായപ്പോൾ എൻ്റെ കുഞ്ഞിനെ കാണാൻ തന്നെ ഒരു മൊഞ്ചായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എണീറ്റ് വന്നപ്പോൾ തന്നെ ഒരു എന്താ പറയുക, മുഖമൊക്കെ ഒന്നൊരു ഉണ്ടായ പോലെ, ഒന്ന് കുറച്ച് തടിച്ച പോലെയൊക്കെ തോന്നുക. ഇന്നലെ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ മുടി കട്ട് ചെയ്യാൻ പോണ കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് എണീറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എടുത്തതിനൊന്ന് വീഡിയോൻ്റെ മുന്നിലങ്ങ് പിടിച്ചത്. അപ്പോൾ ചില നേരം ഒരു വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ദേഷ്യമായിട്ട്, അപ്പോൾ നമ്മൾ പറഞ്ഞാലൊന്നും നിൽക്കില്ല. എന്തായാലും ഞാൻ അപ്പോൾ അവിടെ തന്നെ വെച്ചു. പിന്നെ വല്ലാതെ അങ്ങോട്ട് പിത്തനാക്കാൻ പോയില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതുമൂന്നോട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവരാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് അല്ലറ ചില്ലറ നമ്മളവിടെ അടുത്തുള്ള കടയിൽ നിന്ന്. അപ്പോൾ ഒപ്പം ഓന് വാങ്ങാൻ മുട്ടായി വാങ്ങിക്കുമെന്നും പറഞ്ഞിട്ട് എക്സ്ട്രാ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കട്ടെ. അപ്പോൾ ഇതുമ്പോൾ എന്നെ കണ്ടപ്പോൾ പോയിട്ട് വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് കുറേ മെനക്കിട്ടു, പക്ഷേ തുറക്കാൻ പറ്റില്ല. പിന്നെ അവസാനം ഞാനൊന്ന് പിടിച്ചപ്പോഴാണ് അത് തുറന്നത്. അങ്ങനെ കിട്ടിയ ലേസ് കൊണ്ട് ഓടിപ്പോയി അവൻ്റെ ഇമ്മീൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട്. പൊട്ടിച്ചുണ്ടാന്നും പറഞ്ഞിട്ട് ഓളെ കൊടുക്കാൻ പോയി കണ്ടിട്ട് ഓടി ചെന്ന് കാണി. ഞാൻ അങ്ങനെ ചോദിക്കുന്നുണ്ട്, വാ അമ്മച്ചി പൊട്ടിച്ചേരാ, വാ ലേസ് കൊണ്ടാന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് തരുന്നില്ല കേട്ടോ. ഓന് ഓൻ്റെ അമ്മീൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഉമ്മൂൻ്റെ അടുത്തൊക്കെ കൊടുക്കുള്ളൂ. എൻ്റെ അടുത്ത് തരില്ല. ചില ദിവസം നല്ല മൂടൊക്കെ ആകുമ്പോൾ എൻ്റെ അടുത്ത് തരും കേട്ടോ. പിന്നെ കുറച്ച് പാലായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവുള്ളൊരു സംഭവമാണ് പാല് വാങ്ങാനാണ് ഞാൻ കാര്യമായിട്ട് ഇതുമൂന്നെ പറഞ്ഞയച്ചത്. എൻ്റെ ചായ കുടി കൊണ്ടാണ് കേട്ടോ ഈ പാലിങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോക്കിന് തീരണത്. 2-3 പാക്ക് കൊണ്ടുവച്ചാലും നമുക്ക് എന്താ പറയുക, ഒരു ദിവസം 2 ചായക്കാട് കുടിക്കുമ്പോഴേ നല്ല കട്ടിയിലൊക്കെ അങ്ങോട്ട് കുടിക്കുമ്പോൾ പിന്നെ ഞാൻ കുടിക്കണ കാണുമ്പോൾ മോളൂന് വേണം, ഇതുമ്മൂന് വേണം, പിന്നെ ഏറ്റവും ബാക്കിലുണ്ടാവും ഐറൂസും. അപ്പോൾ എൻ്റെ കെട്ടിയവനും വേണം കേട്ടോ. അപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കുമ്പോഴൊക്കെ മൂപ്പർക്കും വേണം ഒരു ഗ്ലാസ് ചായ. എന്തായാലും അതുകൊണ്ട് തന്നെ നമുക്ക് പാലിന് നല്ല ചിലവാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ പാല് 2-3 പാക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കിട്ടി. നമുക്ക് ആദ്യം പോയി ചായ ഉണ്ടാക്കാം അല്ലേ. ഈ ഒരു വണ്ടി കണ്ടു, എൻ്റെ ഐറൂസിൻ്റെ കളിപ്പാട്ടങ്ങളാണ്. എല്ലായിടത്തും നോക്കിയാലും ഐറൂസിൻ്റെ കളിപ്പാട്ടങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഓടിപ്പോയി നല്ലൊരു അടിപൊളി സ്ട്രോങ് ആയിട്ടുള്ള ചായ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി. എനിക്കും മോളൂനും ഉണ്ടാക്കി. പിന്നെ ബദാം വറുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ബദാം വറുത്ത് കഴിക്കണമെന്നുള്ള എന്താ വെച്ചാൽ അത് ഐറൂസ് പുട്ട് കഴിച്ചിരുന്ന പാത്രമാണ് കേട്ടോ. അപ്പോൾ അതിൽ വെച്ചിട്ട് ഞാൻ പിന്നെ വേറെ പാത്രം എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് എൻ്റെ ബദാം അയക്കിട്ടു, മോളൂന് വേറെ പ്ലേറ്റിലൊക്കെ കൊടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ആസ്വദിച്ച് ചായ കുടിക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ മോളൂനെ ഈ ചായ കുടിപ്പിച്ച് കേടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഇപ്പം അങ്ങനെ വന്നിട്ട് നിങ്ങളിങ്ങ് മാത്രം കുടിക്കുകയാണ്, എനിക്ക് തരാതെ കുടിക്കുകയാണോ എന്നൊക്കെയാണ് അവിടെ ഗൗരവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ സമയത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഓളിപ്പാണ് പുട്ടും കറിയൊക്കെ കഴിച്ച് പോയിട്ടുള്ളൂ. അപ്പോൾ കുയിൻ്റായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഞാൻ തന്നെ ചായ പിരാന്തത്തിയായി. ഇനി മോളും അതേപോലെ തന്നെ ചായക്ക് അഡിക്റ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതും കൂടി അങ്ങനെ ആവണ്ടല്ലോ, ഒരു ദിവസം ഒരു ചായയൊക്കെ കുടിച്ചാൽ മതി എന്നാണ് ഞാൻ ഇതുമുന്നോട് പറയുന്നത് കേട്ടോ. പക്ഷേ അതൊക്കെ ഇങ്ങനെ ആയിക്കോട്ടെ, അമ്മച്ചിക്ക് ഇപ്പം ഹണീനെ മതി, ഓള് മോളൂനെ വിളിക്കൽ ഹണി എന്നാട്ടോ. അപ്പോൾ ഹണിക്കിനെ മതി, ഇമ്മച്ചിക്ക് ഇന്നെ വേണ്ടെന്നൊക്കെയുള്ള പരാതിയൊക്കെയാണ് പറയണത്. അപ്പോൾ വൈകുന്നേരം അമ്മച്ചി ചായ ഉണ്ടാക്കി തരണിട്ടോ എന്നൊക്കെയാണ് ഞാൻ പറയണത് കേട്ടോ. എന്നാലും വലിയ കപ്പിൽ തന്നെ ഞാൻ ഉണ്ടാക്കും. അപ്പോൾ മോള് പറയും, എനിക്ക് ആ കപ്പിൽ എന്താ അമ്മച്ചി ചായ തരാച്ചു. കാരണം എനിക്ക് ഒരു എന്താ പറയുക, ഒരു സമാധാനം കിട്ടണമെങ്കിൽ ഈ ഒരു കപ്പിൽ ചായ കുടിക്കാനുണ്ട്. പക്ഷേ മറ്റേ കപ്പും ഈ കപ്പും തമ്മിൽ ചായ പാരുമ്പോൾ വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ ഇതിൽ കുടിക്കുമ്പോഴാണ് എനിക്കൊരു ഇത് കിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇന്ന് ഫുഡ് ഞാൻ പറയാം, എൻ്റെ ഹസ്ബൻഡിന് ഇന്ന് ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ചെറിയ നാത്തൂൻ്റെ ഫാമിലിയിലായിരുന്നു. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് മാത്രമാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾക്ക് കല്യാണം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മൂപ്പര് അവിടെ മാവൂർ കല്യാണത്തിന് പോയതിന്. അപ്പോൾ ആണുങ്ങൾ കല്യാണത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്കോ വേറെ ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് പിന്നെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരിക്കുമല്ലോ. എൻ്റെ പോലെ തന്നെ ആവും അല്ലേ എല്ലാവരും എന്ന് വിചാരിക്കണം. എനിക്ക് പിന്നെ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ചിക്കൻ കുറച്ച് ഫ്രിഡ്ജിലുണ്ട്, പക്ഷേ ഞാൻ വെള്ളത്തിലിടാനൊന്നും നിന്നില്ല. പിന്നെ ഞങ്ങൾ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുമൂന്നും പിന്നെ രാവിലത്തെ പുട്ടിനെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുമൂന്ന് അതൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാന് പനീർ കൊണ്ടുവരാൻ പറഞ്ഞാലോ ഉപ്പച്ചിനോട്. ഉപ്പച്ചി കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവരാം എന്നൊക്കെ മോള് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ വരുമ്പോൾ പനീർ കൊണ്ടുവരുമോ എന്നാൽ പിന്നെ ഞങ്ങൾക്കത് കൂട്ടിയാൽ മതിയല്ലോ, ചിക്കൻ നാളെ എടുക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നാൽ ആയിക്കോട്ടെ, ഞാൻ വരുമ്പോൾ കൊണ്ടുപോകുമ്പോൾ നേരെ വൈകില്ല, കുഴപ്പമില്ല, നേരെ വൈകിയാലും കുഴപ്പമില്ല, 2:30 പ്രശ്നമില്ലാന്ന് പറഞ്ഞപ്പോൾ അതാ മൂപ്പര് പനീറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പനീർ വാങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ കയറിയപ്പോൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഞാൻ പറയില്ലേ, പാൽ ഇവിടെ എപ്പോൾ കൊണ്ടുവന്നാലും ആവശ്യമായതുകൊണ്ട് മൂപ്പര് 2 പാക്ക് പാലൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നോമ്പ് കഴിഞ്ഞാൽ ഇങ്ങനെ ഉപ്പേരിക്കുള്ള ഒരു സംഭവങ്ങളാണ് വാങ്ങി തുടങ്ങിയിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ആ ഒരു നോമ്പിൻ്റെ ഇതിൽ തന്നെയാണ് ഇപ്പോഴും ഇങ്ങോട്ട് ഇന്ന് രക്ഷപ്പെട്ട് വന്നിട്ടില്ല. ചോറ് വെക്കാൻ നേരം ചിലപ്പോൾ ഓർമ്മയില്ല, അതാ ഉപ്പേരിക്കില്ലല്ലോ എന്ന്. പിന്നെ ആ
വെയിലത്ത് ഇത് മുന്നോട്ട് പറഞ്ഞേക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഉള്ളതൊക്കെ കണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും കുറച്ച് പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് വേഗം പനീർ മാത്രം എടുത്തിട്ട് വെള്ളത്തിലിടാണ് കേട്ടോ. ചൂടുവെള്ളത്തിൽ കുറച്ചൊരു ചൂടുവെള്ളത്തിലൊക്കെ ഇതാ കട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് അങ്ങ് ഇട്ടിട്ട് അപ്പോൾ രണ്ടും ഉണ്ടാക്കുകയാണോ ചോദിക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ഞാൻ കരുതി ഉണ്ടാക്കിയിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ കണ്ട് എടുത്ത് വെക്കാം, വെച്ചിട്ട് തന്നെ എടുത്ത് വെക്കാം, പിന്നെ ചൂടാക്കി വയ്ക്കാമല്ലോ. പിന്നെ കുറേ ഓരോ പാക്കായിട്ട് ഉണ്ടാക്കണ്ടല്ലോ. അല്ലേ ഇതിന് ഇതാ 2 പാക്ക് പൊട്ടിച്ചാൽ കണ്ടോ ഇത് ഇച്ചിരി ഉണ്ടാവുള്ളൂ, നല്ലത് ഇത്തിരി മതി എന്നാണല്ലോ വെപ്പ്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് നീനൂട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പറ്റില്ല കേട്ടോ. ഞാനും മോളും ഇതും ഒരേ വൈബാണ്. ഞങ്ങൾക്ക് 3 ആക്കും ഈ ഒരു പനീർ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അതാക്കാമെന്ന് പ്ലാൻ ചെയ്തത്. പിന്നെ ഇഷ്ടംപോലെ തിന്നാൽ വേണ്ട തിന്നോട്ടേ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഫുള്ളായിട്ട് എടുത്തത്. ഇതിൽ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് നാളേക്കൊക്കെ എന്തെങ്കിലും മാറ്റി വെക്കാമെന്ന് കരുതിയത്. അല്ലെങ്കിൽ ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് കട്ടയൊക്കെ കുറച്ച് ഒരു 10 മിനിറ്റ് ഇട്ടിട്ട് അങ്ങനെ ഊറ്റി വെക്കുന്നുണ്ട്. വെച്ചിട്ട് ബാക്കി നമ്മൾ അതിലേക്കുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. പുട്ടും ചൂക്കൊക്കെ ചുട്ടതിന് ശേഷം ഞാനങ്ങനെ എന്താ പറയുക വെറുതെ ചുമ്മാ ഫോണൊന്നും കണ്ടിരിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ ക്ലീനിങ് പരിപാടിയൊക്കെ. ഐറൂസ് ഉറങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ ക്ലീനിങ് പരിപാടി. മറ്റേ രാവിലെ എണീക്കുമ്പോഴാണ്, രാവിലെ നമ്മൾ എണീച്ചിട്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണല്ലോ നമുക്കൊരു ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടാവും, അടിച്ച് വാരുക തുടക്കുകയൊക്കെ. ഇപ്പോൾ ഐറൂസ് എഴുന്നേറ്റ് വന്ന് ഉച്ചയ്ക്ക് ഉറങ്ങാൻ പോകുമ്പോഴാണ് നമ്മൾ ക്ലീൻ ചെയ്യുക. കാരണം അപ്പോഴേക്കും ഒരു വിധം എനിക്ക് ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വേഗത എന്താ പറയുക ബട്ടറും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ പനീർ ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ എന്താ പറയുക പനീർ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഈ ഒരു ബട്ടറിൽ ഇങ്ങനെ വെളിച്ചെണ്ണയിലും ബട്ടറും കൂടി ഉള്ളി വാട്ടുമ്പോൾ ഉണ്ടാകുന്ന മണം അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളി വാട്ടി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയ ശേഷം തക്കാളി ഇട്ട് കൊടുത്തിട്ട് ചെറുതാക്കി കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അങ്ങനെ എല്ലാം ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം അതൊക്കെ. പക്ഷേ പുതിന ഉണ്ടായിരുന്നില്ല, അതുകൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഇത് ശരിക്കും ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഇപ്പോൾ നമ്മളിങ്ങനെ മസാല ഉണ്ടാക്കി വെച്ചിട്ട് ഓഫ് ചെയ്യുക. അത് ചൂടാറിയതിൻ്റെ ശേഷം ഒന്ന് മിക്സിയിൽ അരച്ചിട്ട് ഈ പനീർ ഇട്ട് വെച്ചാൽ അത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ അതിനൊന്നും നേരമല്ലല്ലോ, ചൂടാറാൻ നേരമല്ല. മോളാണെങ്കിൽ അതിലേറെ വിഷം നിൽക്കണുള്ളൂ. ഐറൂസിനെ ഉറക്കാൻ കൊണ്ടുപോയിക്കാണ്. സമയം 2-2:30 ആയിട്ടുണ്ട്. മൂപ്പര് കല്യാണം കഴിഞ്ഞ് പോരുമ്പോഴാണല്ലോ ഇതൊക്കെ വാങ്ങിയത്. അപ്പോൾ ആ ഒരു കല്യാണം ഇടവണ്ണപ്പാറ വഴിക്ക് പോകുന്നപ്പോൾ അവിടെയുള്ള ഇതൊരു പുതിയൊരു സൂപ്പർ മാർക്കറ്റ് കയറി. അവിടെ ആണെങ്കിൽ AC ഇട്ട് തണുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടിയത് കേട്ടോ. ഞാൻ അങ്ങനെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ എത്താനായോ പോരാനായോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അല്ല ഇവിടെ ഭയങ്കര തണുപ്പിടേ, ഇവിടുന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ AC-ൻ്റെ ഉള്ളിൽ ഇരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, നിങ്ങൾ വേരി വന്നിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാൻ തന്നപ്പോൾ പിന്നെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി. ഞാൻ മോളാണ് ഐറൂസിനെ ഉറക്കിയിട്ടാണ് വാതിലൊക്കെ ചാരിയിട്ടിട്ടുണ്ട് വന്നതാണ്. ഓള് 2 മുട്ടയും പിന്നെ എന്താ പനീറും തൈരൊക്കെയാണ് കഴിക്കുന്നത്. ഞാൻ പിന്നെ രാവിലത്തെ ചെറിയൊരു കഷ്ണം പുട്ടെടുത്തു കേട്ടോ. ഇതുവരെ ഈ ഒരു ഉച്ചയ്ക്ക് 2-3 ആവണ വരെ ഞാൻ വേറെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ മറ്റേ പാൽച്ചായയും അതിക്ക് ബദാമും മാത്രം അങ്ങനെ ഇട്ടോ കഴിച്ചിട്ടുള്ളൂ. വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വെറുതെ ഫോൺ കണ്ട് കിടക്കുന്നു. അപ്പോൾ നല്ല വിശക്കണുണ്ട് തന്നെ ഞാൻ പിന്നെ ഒരു ചെറിയ കഷ്ണം പുട്ടെടുത്തു. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ആ ഒരു പനീറും തൈരും കടലയും മുട്ട ഒക്കെ പാടെ കുഴച്ച് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പനീറിൻ്റെ ടേസ്റ്റ്. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്നു. എൻ്റെ കെട്ടിയവന് തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഇഷ്ടമല്ല, നീനുട്ടിക്കും ഇഷ്ടമല്ല. അപ്പോൾ മൂപ്പർക്ക് ഇഷ്ടമില്ലാത്ത മൂപ്പര് ഇന്ന് കല്യാണത്തിന് ആയതുകൊണ്ടാണ് ഞാനിതൊന്ന് ഉണ്ടാക്കാനും കാരണം കേട്ടോ. പനീർ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് മൂന്നാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതും നല്ലോണം ഒരുപാട് കഴിക്കും. അപ്പോക്കും ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്താ പറയുക ഫുഡ് കഴിച്ച് കഴിഞ്ഞ് മോള് പിന്നെ വേഗം ഐറൂസിൻ്റെ ഓൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഓള് എണീറ്റ് പോന്നാൽ പിന്നെ വേഗം ഉണരും കേട്ടോ. അപ്പോൾ ഓള് വേഗം ഫുഡ് കഴിച്ച് കഴിഞ്ഞേക്ക് തന്നെ നേരെ ഓൻ്റെ അടുത്ത് പോയി കാണുന്നു. എനിക്കിനി പാത്രം കഴുകലും ക്ലീനിങ് പരിപാടിയും അങ്ങനെ ഇല്ലാത്ത പണികളുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ കാര്യമായിട്ടുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ. രാവിലെ ഒരു 11 മണിയാക്കുമ്പോൾ തന്നെ ഒരു വെയിലുകൊണ്ട് ഒരു തളർച്ചയാണ് അല്ലേ. വെള്ളം ഇങ്ങനെ കുടിച്ച് നടക്കുകയാണ്. അപ്പം ഒന്നിനും തോന്നൂല കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു പണി എടുക്കാൻ തോന്നൂല. പിന്നെ ഒന്ന് വെയിലേറി ഒരു 3-4 മണിയൊക്കെ ആകുമ്പോഴാണ് കാര്യമായിട്ടുള്ള പണികളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെച്ചു. പിന്നെ ക്ലീനിങ്ങിനും അതിനൊക്കെ ആയിട്ട് പോന്നു. അതിനെ നമ്മളെ ഹാളാണ് ഇപ്പോൾ ഏറ്റവും വൃത്തിയായിട്ട് ആവട്ടോ ഐറൂസ്. കാരണം ഇവിടെയാണ് ഓൻ്റെ എല്ലാ കുത്തിമറിച്ചിലും ഇവിടെയാണ്. അപ്പോൾ ഓൻ എന്താച്ചാ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ വിടലാണ്. അവൻ്റെ എന്ത് വിത്തനെങ്കിലും കടികൊട്ടെ വിചാരിക്കലാണ് കേട്ടോ ഞാൻ. പിന്നെ ഓന് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് ചിന്താം. പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ഈ ഒരു ഹാള് തുടക്കും. 2-3 പ്രാവശ്യമെങ്കിലും മിനിമം നമ്മൾ ആദ്യം സാബുൻ വെള്ളം ആക്കിയിട്ട് തുടക്കും. പിന്നെ നന്നായി
നന്നായിട്ട് പിഴിഞ്ഞിട്ട് നല്ല വെള്ളം കൊണ്ടും പിന്നെ ഒന്നും കൂടി പിഴിഞ്ഞിട്ട് ഒരു വെള്ളം കൊണ്ട് തുടക്കും. പിന്നെ വേഗം ഫാൻ ഇട്ട് അങ്ങോട്ട് ഉണക്കിയെടുക്കും. ബാക്കിയുള്ളിടത്തൊന്നും അത്ര വൃത്തികേടുണ്ടാവില്ല കേട്ടോ. ഹാളിലാണ് കൂടുതൽ കളിയൊക്കെ, ടാബിട്ട് കാണലും ഇതൊക്കെ. പിന്നെ എന്താ പറയുക, റൂമിലൊന്നും വല്ലാതെ ഒന്നും ഉണ്ടാവില്ല. അപ്പം മുൻഭാഗത്തും അടുക്കളയും ഒക്കെ നമ്മൾ അടിച്ചു വാരി ഒപ്പം തന്നെയാണ് അടിച്ചു വാരി കൊടുക്കുക. അതേമാതിരി വാഷ് ബേസ്, മോറുക, പാത്രങ്ങൾ കഴുകുക, ഒരു മണിക്കൂറത്തെ ഒരു ഹെവി ആയിട്ടുള്ള പണി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ഒരു മണിക്കൂറൊക്കെ കിടക്കും. ആ കിടക്കൽ സമയത്തൊക്കെ എണീറ്റ് വരിക. പിന്നെ വൈകുന്നേരം ഓളാണ് പാലൊടുക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.